മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതിന് പിന്നാലെ രാജ്ഭവനും ബോംബ് ഭീഷണി. ക്ലിഫ് ഹൌസിലേക്കും ധനഗതാഗത സെക്രട്ടറിമാരുടെ ഇമെയിലിലേക്കും ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, രാജ്ഭവനൊക്കെ ബോംബ് ഭീഷണി വരുന്നു. ഇമെയിൽ സന്ദേശങ്ങൾ വഴിയാണ് ഈ ഭീഷണി കത്തുകളൊക്കെ വരുന്നത്. എന്താണ് ഇതിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധനകളും അന്വേഷണങ്ങളും? ബോംബ് സ്ക്വാഡ് അടക്കമുള്ള പരിശോധക സംഘം സെക്രട്ടേറിയറ്റിൽ നേരത്തെ എത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ഷഫീദ്? കഴിഞ്ഞ 3 ദിവസമായി തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളിലും ബോംബ് ഭീഷണി എത്തുകയായിരുന്നു. ആദ്യം മിനിഞ്ഞാന്നാണ് ഈ ബോംബ് ഭീഷണികൾ തുടങ്ങിയത്. അത് തിരുവനന്തപുരത്തെ ചില ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തി. മെയിലായിട്ടായിരുന്നു ബോംബ് ഭീഷണി സന്ദേശം എയർപോർട്ട് മാനേജറുടെ മെയിലിലേക്ക് എത്തിയത്. സുരക്ഷാ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ എയർപോർട്ടിൽ നടത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇന്ന് ഇപ്പോൾ പുതുതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതേ സെക്രട്ടേറിയറ്റ്, അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൌസ്, ഏറ്റവും ഒടുവിൽ രാജ്ഭവൻ എന്നിവിടങ്ങളിൽ ഇമെയിൽ സന്ദേശം എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ സംഘങ്ങളായി തിരിഞ്ഞ് ബോംബ് സ്ക്വാഡ് അടക്കം പരിശോധന നടത്തുന്ന സെക്രട്ടേറിയറ്റിനുള്ളിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഒരുപക്ഷേ വ്യാജ ബോംബ് ഭീഷണി സന്ദേശമാകാം. പക്ഷേ എങ്കിൽ കൂടി ഇതിന്റെ പ്രോട്ടോകോളിന്റെ അടക്കമുള്ള ഭാഗമായി വലിയ പരിശോധനകൾ സെക്രട്ടേറിയറ്റിലും രാജ്ഭവനിലും അടക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ മെയിലിൽ, അതായത് ഇതിന്റെ കണ്ടന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ മെയിലിൽ ഈ തമിഴ്നാട്ടിലെ ലഹരി പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരു 1.5 വർഷം മുൻപായിരുന്നു ഈ ജാഫർ സാദിഖ് എന്നയാളെ ഈ ലഹരിയുമായി പിടിക്കപ്പെടുന്നത്. അതിനുശേഷം അവിടെ പലതരത്തിലുള്ള ഭീഷണികൾ, അത് ഈ എടപ്പാടി പളനിസ്വാമിയുടെ അടക്കം പേര് ചേർത്തുകൊണ്ട് പലതരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നു. പിന്നാലെ ഇപ്പോൾ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരത്തിൽ ഭീഷണികൾ എത്തുകയാണ്. അതിൽ ഈ ടാർജറ്റ് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല അതിൽ എഴുതി കാണിക്കുന്നത് ന്യൂട്രലൈസേഷൻ ഓഫ് ശ്രീ പിണറായി വിജയൻ ടു ഒബ്സ്ട്രക്ട് ഹിസ് ഇൻവെസ്റ്റിഗേഷൻ എന്നടക്കമുള്ള കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ട്. ഏതായാലും ഇതേ സന്ദേശം തന്നെ പേര് മാറ്റിയാണ് മറ്റ് സ്ഥലങ്ങളിലും, അത് ഈ ക്ലിഫ് ഹൗസ് ആണെങ്കിലും അതേപോലെ തന്നെ മറ്റ് ചില സെക്രട്ടറിമാർക്കാണെങ്കിലും, അതായത് ചില വകുപ്പുകളുടെ സെക്രട്ടറിമാർക്കാണെങ്കിലും അതേപോലെ രാജ്ഭവനിലേക്കാണെങ്കിലും എത്തിയിട്ടുള്ളത്. രാജ്ഭവന്റെ അകത്ത് ആഭ്യന്തര സുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡിനെ അടക്കം എത്തിച്ചാണ് രാജ്ഭവനിലെ പരിശോധന നടക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ സുരക്ഷാ വിന്യാസം നടത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിനുള്ളിലും പുറത്തും സമീപ പ്രദേശത്തൊക്കെ അത്തരത്തിലുള്ള ചില സുരക്ഷാ വിന്യാസങ്ങൾ ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ ഇപ്പോൾ ഈ ഭീഷണി സന്ദേശം അടിക്കടി എത്തുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് പോലീസ് മുന്നോട്ട് വെക്കുന്ന കാര്യം. അങ്ങനെ തന്നെയാണ് പോലീസ് ആസ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗൗരവമായി ഇത് പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നിരന്തരം തലസ്ഥാനത്തെ ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ഭീഷണി സന്ദേശം മുൻപും എത്തിയിരുന്നു. പക്ഷേ ഈ പുതിയൊരു സാഹചര്യത്തിൽ, അതായത് പുതിയ പശ്ചാത്തലത്തിൽ ഗൗരവമായി ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോലീസിന്റെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് 4 സ്ഥലത്ത് ഗോപികൃഷ്ണൻ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും സമാനമായ ബോംബ് ഭീഷണി എത്തി എന്നുള്ള വിവരം പോലീസുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും അടുത്ത ദിവസം, അതായത് തൊട്ടടുത്ത ദിവസം പ്രധാനമന്ത്രി വിഴിഞ്ഞം കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് എത്താനിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടി കുറച്ച് വലിയ ഗൗരവത്തിൽ ഇത് കാണുന്നുണ്ട്. മാത്രവുമല്ല ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. സുരക്ഷാ പരിശോധനകളൊക്കെ ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം ആയിരിക്കും വിഴിഞ്ഞത്തേക്ക് എത്തുക. അവിടെയൊക്കെ സോണുകളെ തിരിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ പരിശോധനകളും സുരക്ഷാ വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും അടക്കം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഇങ്ങനെ അടിക്കടി വരുന്ന ബോംബ് ഭീഷണി, അതല്ലെങ്കിൽ ഭീഷണി മെയിലുകളെ അതിനെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് പോലീസ് പരിശോധന നടത്തുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിലും, അത് രാജ്ഭവൻ, സെക്രട്ടേറിയറ്റ്, ക്ലിഫ് ഹൗസ്, അതേപോലെ തന്നെ മറ്റു ചില കേന്ദ്രങ്ങൾ, അവിടെ അടക്കം പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. അസ്വാഭാവികമായി ഇതുവരെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൂടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ്, ഇപ്പോൾ ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, വ്യാജ സന്ദേശങ്ങളായിരിക്കും. പക്ഷേ ഇങ്ങനെ തുടർച്ചയായി ഇപ്പോൾ എല്ലാ ഇടങ്ങളിലേക്കും ഈ വ്യാജ സന്ദേശങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബോംബ് ഭീഷണിയിൽ ഒരേ സന്ദേശമാണോ എല്ലാ ഇടങ്ങളിലേക്കും എത്തിയിട്ടുള്ളത് ഷഫീദ്? അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിന്റെ ഉള്ളടക്കം ഒന്ന് തന്നെയാണോ? ഗോപികൃഷ്ണൻ, നിലവിൽ നമുക്ക് ഈ പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മെയിലുകൾ പ്രകാരം ഈ പേരുകൾ മാത്രം മാറ്റി ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് അയച്ചതിൽ മുഖ്യമന്ത്രിയാണ് ടാർജറ്റ് എന്ന് പറയുന്നു. അതേപോലെ രാജ്ഭവനിലേക്ക് അയച്ച ഇതിൽ രാജ്ഭവനാണ് ടാർജറ്റ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള മെയിലുകളാണ്. ഗോപികൃഷ്ണൻ, ഇതിൻ്റെ ഒരു പശ്ചാത്തലം പോലീസുകാർ തന്നെ നമ്മളോട് വിവരിക്കുന്നത് ഈ 1.5 വർഷം മുൻപാണ് നമ്മൾ മുൻപ് പേര് സൂചിപ്പിച്ച ഈ മെയിലിൽ പറഞ്ഞിരിക്കുന്ന ജാഫർ സാദിഖ് എന്ന് പറയപ്പെടുന്നയാളെ തമിഴ്നാട്ടിൽ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്നത്. പിന്നീട് അത് തമിഴ്നാട്ടിൽ തന്നെ ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ എടപ്പാടി
പളനിസ്വാമി, MK സ്റ്റാലിൻ അടക്കമുള്ള ആളുകൾ തമ്മിലുള്ള തർക്കം, അവരുടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം, ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ മുൻപ് കേരളത്തിൽ വന്ന മെയിലിലും മുൻപും സമാനമായി എടപ്പാടി പളനിസ്വാമിയുടെ ഒക്കെ പേര് ചേർത്തുകൊണ്ട് ചില മെയിലുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു പക്ഷേ ഇങ്ങനെ, അതായത് നമ്മളാണ് ഈ പറയുന്ന കേരളത്തിലെ ചില സ്ഥലങ്ങളാണ് ടാർഗറ്റ് എന്ന രീതിയിൽ ആ മെയിലുകൾ വരുന്നത്. അതിൻ്റെ ഉറവിടമടക്കം ആ മെയിൽ അയച്ച വിലാസമടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ക്ലാസിഫൈഡ് ഇന്റലിജൻസ് കൺഫേംസ് ആൻഡ് RDX ബേസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ്, അങ്ങനെ ഡിവൈസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ കണ്ടന്റാണ് ആ മെയിലിലുള്ളത്. പക്ഷേ അത് വ്യാജ മെയിലാകാനുള്ള സാധ്യത തന്നെ പോലീസ് ഇപ്പോഴും കാണുന്നത്. കാരണം അടിക്കടി ഇങ്ങനെ ഇത്രയും സ്ഥലത്തേക്ക് മെയിൽ എത്താനുള്ളൊരു സാധ്യത അതൊരു പക്ഷേ ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള രീതിയുടെ ഭാഗമായി ആരെങ്കിലും വ്യാജമെയിൽ അയച്ചതാകാമെന്നൊക്കെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഗൗരവത്തിൽ കണ്ടുകൊണ്ടുള്ളൊരു പരിശോധന അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എല്ലായിടത്തും, അത് ഈ മെയിൽ വന്ന ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിരുന്നു, മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്തെ 2 പ്രധാനപ്പെട്ട ഹോട്ടലുകൾക്ക് എത്തിയിരുന്നു. ഇപ്പോൾ രാജ്ഭവൻ അടക്കം അവസാനമായി എത്തുന്നത് രാജ്ഭവനിലാണ്. അവിടെ അടക്കം വലിയ പരിശോധന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശരി ഷഫീദ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഷഫീദിന് നൽകാനുള്ളത്. പരിശോധനകൾ നടക്കുന്നുണ്ട്. പരിശോധക സംഘം സെക്രട്ടേറിയറ്റിലും രാജ്ഭവനിലും ബോംബ് സ്ക്വാഡ് അടക്കമുള്ള പരിശോധക സംഘം എത്തി പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഇമെയിൽ സന്ദേശത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നതിന്റെ ഉള്ളടക്കം പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഇമെയിൽ വന്നിട്ടുള്ളത്, എന്താണ് ഇതിന്റെ ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ വാർത്ത വരുമ്പോൾ തന്നെ എറണാകുളം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി ഉണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട്. ശ്യാം അല്പസമയത്തിനകം ആ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകും. അതുകൂടി നമുക്ക് നെടുമ്പാശ്ശേരിയിലും ബോംബ് ഭീഷണിയുണ്ട്. PROയ്ക്കും സിയാൽ MDക്കുമാണ് ഭീഷണി മെയിൽ ലഭിച്ചിരിക്കുന്നത്. സുരക്ഷാ ഏജൻസികൾ പരിശോധന നടത്തുകയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും. ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും നേരെയും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, രാജ്ഭവൻ എന്നിവിടങ്ങളിലും ബോംബ് ഭീഷണി വന്നിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ്, ഒരേ സോഴ്സിൽ നിന്നാണോ ഈ ഭീഷണി സന്ദേശങ്ങൾ, ഇമെയിലുകൾ വരുന്നത് എന്ന കാര്യം പരിശോധിക്കാനിരിക്കുന്നു. നെടുമ്പാശ്ശേരിയിലെ ബോംബ് ഭീഷണി സംബന്ധിച്ച വിവരങ്ങൾ അല്പസമയത്തിനകം ശ്യാംകുമാർ നൽകും. അവിടെ PROയ്ക്കും സിയാൽ MDക്കുമാണ് ഭീഷണി മെയിൽ ലഭിച്ചിട്ടുള്ളത്. സുരക്ഷാ ഏജൻസികൾ പരിശോധന നടത്തുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ശ്യാംകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അല്പസമയത്തിനകം അതിന്റെ വിവരങ്ങളും. ഇപ്പോൾ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, അതോടൊപ്പം തന്നെ രാജ്ഭവനിൽ ബോംബ് ഭീഷണി വന്നിരിക്കുന്ന സന്ദേശം ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ നടക്കുന്ന സുരക്ഷാ പരിശോധനകളാണ്. അവിടെ ബോംബ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. പോലീസ് സംഘം എത്തി പരിശോധനകൾ നടക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയിലാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്. ഗവർണറുടെ ഔദ്യോഗിക ഇടമായ രാജ്ഭവനും ബോംബ് ഭീഷണിയുണ്ട്. ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിനും റെയിൽവേ സ്റ്റേഷനും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി വന്നിരിക്കുന്നു.